ഓസ്ട്രേലിയ ബോണ്ടി ബീച്ച് മരണസംഖ്യ 16ആയി. ഏകദേശം 38ഓളം പേര് സീരിയസ് ആയിട്ട് അഡ്മിറ്റായി. മനസ്സിലാക്കുക, ലോകത്തിലെ ഏറ്റവും സേഫ്റ്റിയുള്ള രാജ്യം എന്നറിയപ്പെട്ടിരുന്ന ഓസ്ട്രേലിയ ചോദ്യചിഹ്നത്തിലോട്ട് പോയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഓസ്ട്രേലിയയിൽ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ എന്ന് പറയുന്ന അറബിക്ക. മാസീവായിട്ട് ഓസ്ട്രേലിയയിൽ ആൾക്കാർ ഇല്ലീഗൽ ഇമിഗ്രൻസും അതും ഇതും പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ കയറി വന്നു. പാകിസ്ഥാനിൽ നിന്ന് പോയിട്ടുണ്ട് ഇഷ്ടം പോലെ. ഈ കൊലപാതകം, ക്രൂരമായ ഈ ടെറർ അറ്റാക്ക് നടത്തിയ അപ്പനും മകനും ഇസ്ലാമിക ജിഹാദ്, ISIS ഇതിൻ്റെയൊക്കെ പാർട്ടായിരുന്നു. അതായത് മനസ്സിലാക്കുക, ഇവർക്കെങ്ങനെയാണ് ഇതേപോലെയുള്ള സംഭവങ്ങൾ, ഇതേപോലെ ആൾക്കാരെ കൊല്ലാൻ മനസ്സ് വന്നത്. ഇതിനെപ്പറ്റി ഗ്ലോബലായിട്ടുള്ള ചർച്ചകളും ഒക്കെ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഓസ്ട്രേലിയ 16 പേര് മരിച്ചു. കഴിഞ്ഞ 1.5-2 മാസത്തിനുള്ളിലാണ് ഇന്ത്യയിൽ 12 പേര് കൊല്ലപ്പെട്ടത്. റെഡ് ഫോർട്ട്, അതായത് ഞാനിരിക്കുന്ന സിറ്റിയിൽ ഇതിനടുത്തായിട്ട് റെഡ് ഫോർട്ടിൽ 12 പേര് കൊല്ലപ്പെട്ടത്. ഒരു ട്രെയിൻഡ് ഡോക്ടറാണ് ഈ ബോംബ് കൊണ്ടുവന്ന് പൊട്ടിച്ചത്. അതായത് വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല ഇതൊക്കെ ചെയ്യുന്നത്, വിദ്യാഭ്യാസം ഉള്ളവരാണ്. സ്വർഗത്തിലോട്ട് പോകാൻ ഇതേപോലെയുള്ള, ഞാൻ ഈ മതഗ്രന്ഥത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ അതിനെപ്പറ്റിയുള്ള സ്റ്റഡീസും മറ്റുള്ള കാര്യങ്ങളും ഇന്ന് വീണ്ടും ആൾക്കാരുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എന്താണിത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്നത്? എവിടെയാണ് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന രീതിയിൽ മാറിയിരിക്കുന്നത്? ഒരു സമാധാനമായി ജീവിക്കുന്ന രാജ്യത്ത് പോലും ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റുന്നില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ചില തീരുമാനങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ, പ്രത്യേകിച്ച് ഇന്തോനേഷ്യ, ഏറ്റവും കൂടുതൽ ഇസ്ലാമിക വിശ്വാസികളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. നിങ്ങൾക്കറിയാം, അവർ 7-8 വർഷം മുമ്പ് അവർ വലിയ രീതിയിലുള്ള മാറ്റമാണ് കൊണ്ടുവന്നത്. ഇസ്ലാമിൽ കാഫിർ എന്ന വാക്കെടുത്ത് കളഞ്ഞു. മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, വേണ്ടാത്ത കാര്യങ്ങൾ പഠിപ്പിക്കരുത്. ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവർക്ക് മനസ്സിലായി ഇത് ശരിയായിട്ട്, ആ രാജ്യത്ത് പോലും ശരിയായിട്ട് ഈ സംഭവങ്ങൾ പോകത്തില്ല. കാരണം അവിടെ സ്ഫോടനമുണ്ടായി, ഒത്തിരി ആൾക്കാർ കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ മനസ്സിലാക്കുക, സൗദി അറേബ്യ ഇസ്ലാമിക, അതായത് മെക്ക, മദീന, അതായത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ, അവർ ഐക്കോണിക് ഫിഗറായിട്ട് കാണുന്ന ഒരു രാജ്യം. എന്തിനാണ് ആ രാജ്യത്ത് വെള്ളിയാഴ്ച പ്രസംഗിക്കുന്ന സമയത്ത്, അതായത് നമാസ് എല്ലാം കഴിഞ്ഞ് പ്രസംഗിക്കുന്ന സമയത്ത്, എന്തിനാണ് ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നത്? എന്താ റെസ്ട്രിക്ഷൻ്റെ അകത്ത് പറയുന്നത്? ഗവൺമെൻറ്റോട് കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പള്ളിയിൽ പ്രസംഗിക്കാൻ പാടുള്ളൂ. എന്തിനാണ് സൗദി അറേബ്യൻ ഗവൺമെൻറ്, അതേപോലെ UAE ഗവൺമെൻറ്റും വഹാബിസോ സലഫിസോ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതാക്കി അവന്മാരെയൊക്കെ പറഞ്ഞു വിട്ടത്? ഭയന്നിട്ട് ഈ രാജ്യങ്ങൾക്കറിയാം, ഈ രാജ്യങ്ങൾ ഭരിക്കുന്ന ഭരണാധികാരികൾക്കും മറ്റുള്ളവർക്കൊക്കെ കൃത്യമായിട്ടറിയാം, അതൊന്നും ആ രാജ്യത്ത് നേരെ ചൊവ്വേ പോകില്ല. അതായത് അതിതീവ്രത എന്ന് പറയുന്ന സാധനം അവനെ തന്നെ പൊട്ടിത്തെറിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അതൊക്കെ കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അതേപോലെ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇൻക്ലൂഡിങ് UK ഒക്കെ ഇത് വല്ലാതെ ഫേസ് ചെയ്യുകയാണ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല അവർക്ക്. അതായത് അവിടെയുള്ള ലേബർ മന്ത്രിസഭയാണെങ്കിൽ, അവിടെയുള്ള കൺസർവേറ്റീവ് ആണെങ്കിൽ, അതിൻ്റെ അകത്ത് ഈ റൈറ്റ് വിങ് റിഫോംസ് പാർട്ടി മാത്രമാണ് പറയുന്നത് എന്ത് ചെയ്യണമെന്ന്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക. ബാക്കിയുള്ള 2 പൊളിറ്റിക്കൽ പാർട്ടിക്കും പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ? അവരുടെയൊക്കെ വോട്ട് ബാങ്കും അതിനെ തുടർന്നൊക്കെയാണ് ഇവർ അധികാരത്തിൽ വരുന്നത്. അതായത് UK ലിറ്ററലി സഫർ ചെയ്യുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസ്, ഇവരെ ആ UK സ്റ്റേറ്റും എല്ലാം നശിപ്പിച്ചു. കാരണം അവിടെ ലോ ആൻഡ് ഓർഡർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗവൺമെൻറ്റിന്. അപ്പോൾ ആ രീതിയിൽ അത് UK പോലെയുള്ള മറ്റൊരു രാജ്യമാവുകയാണോ
ഓസ്ട്രേലിയ ചോദ്യങ്ങളാണിത്. ഇതുമായി ബന്ധപ്പെട്ട പല ആൾക്കാരും ആർട്ടിക്കിൾസും ഒപ്പീനിയനും ഒക്കെ UK പത്രങ്ങളിലും ഓസ്ട്രേലിയൻ പത്രങ്ങളിലും ടെലഗ്രാഫിലും ഇന്റർനാഷണൽ ഹെറാൾഡിലും ഒക്കെ എഴുതുന്നുണ്ട്. കാരണം എങ്ങനെയാണ് ഒരു രാജ്യം ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നത്? എന്താണ് ഓസ്ട്രേലിയൻ പത്രങ്ങൾ എഴുതിയേക്കുന്നത്? ഫ്രണ്ട് പേജിൽ ടൈറ്റിൽ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്. ബ്ലഡി ബാസ്റ്റഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇന്ത്യയിൽ ഇത്രയും പേര് കൊല്ലപ്പെട്ടിട്ട് ഫാൽഗാം അറ്റാക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും പത്രം ബ്ലഡി ബാസ്റ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ടോ ഫ്രണ്ട് പേജിൽ? അതൊരു ടാബ്ലോയിഡ് പത്രമൊന്നുമല്ല കൊടുത്തിരിക്കുന്നത്, അവിടുത്തെ ഏറ്റവും പ്രഗത്ഭമായ പത്രം കൊടുത്തിരിക്കുന്നത്. കാര്യം എന്തോ, അവരും ഫെഡപ്പായി. ഇതാണ് അതിൻ്റെ കാര്യം. ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഇസ്രായേൽ എടുത്ത ഒരു നടപടിയുണ്ട്. അവർക്ക് ഈ ഒക്ടോബർ 7 കഴിഞ്ഞപ്പം ഗ്ലോബലായിട്ട് അവർക്കെതിരെ ആൻറ്റി സെമറ്റിക് ഈ മൂവ്മെന്റ് ഭയങ്കരമായിട്ടൊരു പ്രശ്നമായി. അതായത് ഇസ്രായേലി കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് അവർ എവിടെയും ഒരു ജൂയിഷ് കമ്മ്യൂണിറ്റി എന്ന് പറയാൻ പോലും പേടിയാണ്. നിങ്ങൾക്കറിയാവുന്നതാണ്, തേക്കടിയിൽ കാശ്മീരികൾ നടത്തിയ ഒരു ഷോപ്പ്, അവിടെ അവരോട് ചോദിക്കുന്നത്, അവിടുന്ന് അവർ പറഞ്ഞ ഒരു ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ്. ഉടൻ തന്നെ ലൈറ്റ് ഓഫാക്കുന്നു, അവരെ വിടുന്നു. ഇത് ബേസിക്കലി കാശ്മീർ ഇഷ്യൂ അല്ല ഇതിൻ്റെ കാര്യം. അതായത് ഇസ്ലാമിക ജിഹാദ്, ഇതാണ് അതിൻ്റെ കാര്യം. ഒരു IAS ഓഫീസർ, നമ്മുടെ ശബരിനാഥൻ്റെ വൈഫ്, അവർ ആളാകാൻ വേണ്ടി എന്തും പറയും. അല്ല, അവർ പറയുന്നതിൻ്റെ അത് കാര്യങ്ങളും ഡെപ്തും ഒന്നുമില്ല. ഒരു ബേസിക്കലി ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ 10 പേര് അവരെ ശ്രദ്ധിക്കണം. അവർക്ക് ജിഹാദിനെ പറ്റി എന്ത് കുന്തം അറിയുന്നത്? ഈ ജിഹാദ് എന്ന് പറയുന്നത് ബേസിക്കലി ലോകത്തിന്റെ കേസാണ്, ലോകത്തിന്റെ ശാപമാണ്. എത്രയോ മുസ്ലിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഇസ്രായേൽ ഇവരോട് ഒരു വിട്ടുവീഴ്ചയില്ലാത്തതിൻ്റെ കാര്യം അറിയാം. അപ്പോൾ ഒരു വിട്ടുവീഴ്ചയില്ല ഇസ്രായേൽ ഈ ജിഹാദും ഇസ്ലാമിക് ടെററുമായിട്ട്. അവരവരെ നിർത്തി പൊരിപ്പിക്കുക തന്നെ ചെയ്യും. അവരെ ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞ് പല ആൾക്കാരും പറഞ്ഞു, സീസ് ഫയർ വന്നു കഴിയുമ്പോൾ ഹമാസിനെ ഒന്നും പുല്ലും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അവർ ഖത്തറിൽ കയറി അറ്റാക്ക് ചെയ്തു, ഇറാൻ്റെ അകത്ത് കയറി അറ്റാക്ക് ചെയ്തു. അതേപോലെ തന്നെ സീസ് ഫയർ വന്നിട്ട് പോലും ഹമാസിൻ്റെ 2ാമത്തെ മിലിറ്ററി തലവനെ ഗാസയ്ക്കകത്ത് വെച്ച് കൊന്നു. അതായത് മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു കൺവെൻഷണൽ വാറിലല്ല പോകേണ്ടത്, അൺകൺവെൻഷണൽ വാറിൽ തന്നെയാണിത് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത്, ഒരിടത്ത് പോയി 2 ബോംബ് ഇട്ടുകൊണ്ടൊന്നും ഇതിൻ്റെ അത് ഗതി വരുത്തില്ല. ഇതിനെ ബേസിക്കലി വേരോടെ പറിച്ചെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അതൊരു ഷോർട്ട് ടൈം പ്രോസസ് അല്ല, ഇതൊരു ലോങ് ടൈം പ്രോസസ് ആയിരിക്കും. ഇപ്പം എന്താ ഓസ്ട്രേലിയ തിങ്ക് ചെയ്യുന്നത്? മദ്രസ എഡ്യൂക്കേഷൻ്റെ അകത്ത് അത് ഈ പറയുന്ന പോലെ കാഫിറും ഗീഫറും ഈ സംഭവങ്ങളും മറ്റ് മതസ്ഥരെ കൊല്ലണം, നശിപ്പിക്കണം. അതിനെതിരെ അവർക്കിപ്പോൾ നടപടിയെടുത്തേ മതിയാവത്തുള്ളൂ. കാരണം അവിടെ പിന്നെ ആൾക്കാർ എങ്ങനെ പോകും? ഭയന്നിട്ട്. ഇത്രയും ഹ്യൂജായിട്ടുള്ള കമ്മ്യൂണിറ്റി അവരെങ്ങനെ ഭയത്തിൽ ജീവിക്കും? ഇനി എന്തോ ഉണ്ടാകാൻ പോകുന്ന അവിടെയുള്ള പല ഇസ്ലാമിക ആൾക്കാർ അവരെ ഇപ്പോൾ കാണുന്നത് ഭയമാകും. 9/11 ശേഷം ഗ്ലോബലായിട്ട് ഇസ്ലാമിക വിശ്വാസികളെ കാണുന്നവർ ലോകത്തെ ആൾക്കാർക്ക് ഇപ്പോൾ വീണ്ടും തിരിച്ചു വരികയാണ്. അതിൽ തുടങ്ങി മറ്റൊരിടത്ത് മാറി, പിന്നെ കുറച്ചൊക്കെ മോഡറേറ്റ് രീതിയിലായി, പിന്നീട് അത് വീണ്ടും ഫുൾ ഫ്ലഡ്ജായിട്ട് തിരിച്ചു വരികയാണ്. കാരണം എന്താണെന്നറിയോ? ഇപ്പം 100 മുസ്ലിംസ് ഉള്ളതിൻ്റെ അകത്ത് ഈ 75 പേരും ഭാഗികമായിട്ട് ഈ ഇസ്ലാമിക ഐഡിയോളജിയുടെ ടെറർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ല, പല സ്റ്റഡീസ് പറയുന്നത്. അവരെ എതിർത്ത് പറയാൻ ഇവർ തയ്യാറല്ല, ഭയന്നിട്ട്. എന്താ ഭയം? കാരണം ഇവർ പറഞ്ഞു വരുമ്പോൾ ഈ പറയുന്ന ആൾക്കാർ ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും ശരിയാണ്. അതാണ് ഈ വഹാബിസവും സലഫിസവും പറയുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് എതിർക്കാൻ ഭയം. ഇതിനെ എതിർക്കുന്നവരെയാണെങ്കിൽ ഇവർ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി കളയും. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ സ്ലീപ്പർ സെല്ലുണ്ട്, കേരളത്തിലെ സ്ലീപ്പർ സെല്ലിൽ ഇഷ്ടം പോലെ. അതായത് ഹമാസ് ഇസ്രായേലുമായിട്ടും ഫാൽഗാം അറ്റാക്കും, അതേപോലെ തന്നെ ഡൽഹി റെഡ് ഫോർട്ട്, അവിടൊക്കെ ഈ വാർത്തകൾ വരുമ്പോൾ അതിൻ്റെ താഴെ ഇത്രയും ഇമോജീസ് വരുന്നതിൻ്റെ കാര്യം എന്തുവാ? എന്താ അതിൻ്റെ കാര്യം? സ്ലീപ്പർ സെല്ല് തന്നെയാണ്, വളരെ ആക്റ്റീവാണ്. അവർക്ക് പത്രങ്ങളുണ്ട്, സാറ്റലൈറ്റ് ചാനലുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പം
നാച്ചുറലി ഇതൊക്കെ കൺവേർട്ട് ചെയ്യുവാണ്. ഇതൊക്കെ കൺവേർട്ട് ചെയ്ത് അടുത്ത ജിഹാദ് ഫാക്ടറി ആയിട്ട് ഉണ്ടാകാൻ പോവുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ISISന് വേണ്ടി ജോയിൻ ചെയ്യാൻ പോയത് കേരളത്തിൽ നിന്നാണ്. ഞാൻ പറയുന്നില്ല, ഗവൺമെന്റിന്റെ കണക്കാണ്. അപ്പൊ സ്ലീപ്പർ സെല്ലിലേക്ക് ഇത്ര ആൾക്കാർ ജോയിൻ ചെയ്യാൻ പോകും. അത് ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു സംഘടന. അതിനകത്ത് അഫ്ഗാനിസ്ഥാനിൽ പോകുന്നു, സിറിയയിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, മറ്റുള്ള പെൺകുട്ടികളെ കൺവേർട്ട് ചെയ്ത് ഇസ്ലാമാക്കിയിട്ട് അവരെ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആൾക്കും അറിയത്തില്ല? എല്ലാവർക്കും ഒരുപെട്ട എല്ലാവർക്കും അറിയാം. എന്താ തടയാൻ പറ്റത്തില്ല. കാരണം അവരുടെ സ്ട്രെങ്ത് അതിനേക്കാളും കൂടുതലാണ്. മറ്റൊരു കാര്യമുണ്ട്, ഇപ്പം ഈ ടർക്കിയുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം കേട്ടോ. ഈ ടർക്കി എന്ന് പറയുന്നത് ഒരു അതിഭയങ്കരമായിട്ട് ഗ്ലോബലായിട്ട് ഇസ്ലാമിക ടെറർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്, അതിന് ഫണ്ട് ചെയ്യുന്ന രാജ്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? കാരണം ഇപ്പം ഹമാസിന് ഡയറക്റ്റ് അങ്ങോട്ട് പണമൊന്നും അയച്ചു കൊടുക്കണ്ട. മിഡിൽ ഈസ്റ്റിലുള്ളവർ നേരെ ടർക്കിയിലോട്ട് പണം അയച്ചു കൊടുത്താൽ മതി. ഈസി ആയിട്ട് ഈ പണം അവിടെ എത്തേണ്ടടുത്തെത്തും. അങ്ങനെ എത്രയോ ഈ ഇന്റർനാഷണൽ വീക്കിലികൾ പറയുന്നു, എത്രയോ പല ആൾക്കാരും വയ ടർക്കിയാണ് അവിടെ എത്തുന്നത്. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യ ഗവൺമെന്റിനോട് പറഞ്ഞത് ഹമാസിനെ ഇന്ത്യ ബാൻ ചെയ്യണം, ഇതിനെ മോണിറ്റർ ചെയ്യണം. കാരണം ഇവർ ഈ ഫണ്ട് ടെററൈസ് എന്ന് പറയുന്നത് വലിയ ഇഷ്യൂ ആണിത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഓസ്ട്രേലിയയുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് തെളിവുകൂടി പുറത്തു വരാൻ തുടങ്ങി. ഹിസ്ബുള്ളയുടെയും ISISന്റെയും ഇറാന്റെയും ഈ ഹമാസിന്റെ സ്ലീപ്പർ സെല്ലുണ്ട് അവിടെ ശരിക്കും. അതാണിത് വർക്കൗട്ട് ചെയ്ത്. അതേപോലെ ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു, അഹമ്മദ് അൽ അഹമ്മദ് ഒരു മുസ്ലിമാണ് രക്ഷപ്പെടുത്തിയത്. അയാൾ മുസ്ലിമാണ് അല്ല, മൊറാനായിട്ട് ക്രിസ്ത്യനാണ് അയാൾ. എങ്ങനെ ആ സംഭവം നിങ്ങൾക്കറിയാം? ഇത് 4-ാം നൂറ്റാണ്ടിലുണ്ടായ ക്രിസ്ത്യൻ ഒരു ചർച്ചാണിത്. ലെബനൻ, സിറിയ ഭാഗത്താണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അവര് ഈ മുസ്ലിം ഉണ്ടായ മുഹമ്മദ് 6-ാം നൂറ്റാണ്ട് അതിനു മുമ്പ് ഉണ്ടായ ചർച്ചാണ് ഇവര്. ഇയാൾ ഈ ലെബനൻകാരനായിരുന്നു അഹമ്മദ് അൽ അഹമ്മദ്. അയാൾ അവിടെ പെർസിക്യൂഷൻ, അയാൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റില്ല, പ്രശ്നമുണ്ടാക്കി. അതിൻ്റെ പേരിൽ അയാളത് പേടിച്ചോടിയാണ് അയാൾ ഓസ്ട്രേലിയ വരുന്നത്. അതാണ് അയാളുടെ ചരിത്രം എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ മൊറനായിട്ട് ഇവരെന്തുകൊണ്ടാണ് ഇവരുടെ പേരൊക്കെ മുസ്ലിമാക്കി വെച്ചിരിക്കുന്നത്? കാരണം അല്ലെങ്കിൽ ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ക്രിസ്ത്യൻ ഐഡന്റിറ്റി കാണിക്കാൻ പേടിയും. അതേപോലെ പെർസിക്യൂഷനാണ് ഈ പറയുന്ന സിറിയയിലും ലെബനിലും മറ്റുള്ള രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ചാടിക്കറി അങ്ങനെയല്ല പറയാം, എന്തുവാ സംഭവിച്ചതെന്ന് പറയാൻ. ഇതാണ് യാഥാർത്ഥ്യം. ഞാൻ പറയാൻ പോകുന്നത്, ഈ ഓസ്ട്രേലിയയിലുണ്ടായ ത്രെട്ടിന്റെ തൊട്ട് മുമ്പിൽ, അതായത് ഭീകരാക്രമണം നടന്നതിന് തൊട്ട് മുമ്പിൽ ഇന്ത്യയിലും ഉണ്ടായി. അതായത് റെഡ് ഫോർട്ടും ഉണ്ടായി, ഫാൽഗാം ഉണ്ടായി. അപ്പോൾ അതിനകത്ത് എത്ര പേരാ മരിച്ചത്? അതേപോലെ തന്നെ കാശ്മീരിൽ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് അവിടെ പോലീസിന്റെ അബദ്ധമാണെന്ന് പറയുന്നത്, അന്നും അവിടെ ബോംബ് കൂട്ടി ഏകദേശം 10-18 പേരെ കൊണ്ട് മരിച്ചു. ഒത്തിരി പേര് ഇഞ്ചേർഡായി, പോലീസുകാർ ഉൾപ്പെടെ. അതായത് ടെറർ എന്ന് പറയുന്ന, ഇസ്ലാമിക ടെറർ എന്ന് പറയുന്നത് 1 ദിവസമോ 2 ദിവസമോ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ഇതിനെ വൈപ്പ് ഔട്ട് ചെയ്യണമെങ്കിൽ ഒരു ലോങ് ടേം പോളിസിയിലാണ് കൊണ്ടുവരേണ്ടത്. അതായത് ഇവരെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ആ സംഭവത്തിൻ്റെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിട്ട് മനുഷ്യത്വപരമാക്കി മാറ്റണം. മറ്റുള്ള മനുഷ്യനെ സ്നേഹിക്കുന്ന രീതിയിലാക്കി മാറ്റിയില്ല എങ്കിൽ ഇതിനൊരു അന്തവും ഇല്ല, ഒരു കുന്തവും ഇല്ല. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ലോകത്തിൻ്റെ സമാധാനം കെടുത്തുന്ന ഒരു വിഭാഗമായി ഇതിനെ മാറ്റിയതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് പല ജനാധിപത്യ രാജ്യങ്ങൾക്കും ഈ ലിബറൽ കൺട്രോൾ എന്ന് പറയുന്ന അവർക്കും ഒക്കെയാണ് ഇതിൻ്റെ ഉത്തരവാദി. ഇതിൻ്റെ പേരിൽ ലോകത്തുണ്ടാകുന്നൊരു സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. റൈറ്റ് വിങ് പൊളിറ്റിക്സ് ഏറ്റവും ശക്തമാകും. അതിനുശേഷം ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇവരങ്ങ് വൈപ്പ് ഔട്ട് ചെയ്യും. ഈ ഫ്രാൻസിലൊക്കെ ലീപ്പെന്നൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, അതേപോലെ റിഫോംസ് പാർട്ടി UK അധികാരത്തിൽ വന്നാൽ, മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ റൈറ്റ് വിങ് പാർട്ടി AFD ഒക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലായിക്കോണം, അവിടുന്ന് ഇവരെ മുഴുവൻ ഇവർ ഒഴിവാക്കും. അതിൻ്റെ പ്രോസസ്സ് മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി അവിടെ ഭരിക്കുന്നവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലാക്കേണ്ടത്
ക്രിസ്മസ് അടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, ക്രിസ്മസ് അടുക്കുന്ന സമയത്ത് ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിലെ ബ്ലാസ്റ്റ്, അതിനകത്ത് വണ്ടി ഇടിച്ച് കയറുന്നു. മോസ്കോയിൽ അവിടെ വണ്ടി ഇടിച്ച് കയറുന്നു, ആൾക്കാരെ കൊല്ലുന്നു. ഇവർക്ക് എന്താണ് ഇതുകൊണ്ട് പ്രയോജനം? അതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല. എന്താണ് കിട്ടുന്നത്? പാവം പിടിച്ച് കൊച്ചു കുട്ടികളെയും പ്രായമുള്ളവർ ഇതുമായിട്ട് ഒന്നും അറിയാത്തവരെ വെടിവെച്ച് കൊല്ലുന്നു. സൂയിസൈഡുമായിട്ട് അവരെ കൊല്ലുന്നു. ആർക്കെന്ത് കിട്ടിയെന്നാണ് സ്വർഗത്തിലോട്ട് പോകുന്ന കവാടമാക്കി വെച്ചിരിക്കുന്നത്. അതായത് അവരല്ലാത്ത മറ്റൊരു കമ്മ്യൂണിറ്റി മുഴുവനും ശത്രുക്കളാണ്. ഈ ഫിലോസഫി മാറാതെ, ഈ കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഈ മതത്തിനകത്ത് ഈ മോഡറേറ്റ് ആയിട്ടുള്ള തോട്ട്സ് വരാതെ ലോകത്തിന് സമാധാനം കിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന ഈ ആക്രമണവും ഒരു അപ്പനും മകനും. ആലോചിച്ച് നോക്കുക. അയാളുടെ വേറെ അനിയന്മാരുണ്ട്, മറ്റു ഫാമിലി മെമ്പേഴ്സുണ്ട്, ബന്ധുക്കളുണ്ട്. അവിടെ മൈഗ്രേറ്റ് ചെയ്ത് കയറിയ അപ്പൻ അപ്പം അവിടെ പാലത്തിന് മുകളിൽ ഫയർ ചെയ്യുന്ന നിങ്ങൾ കണ്ടു കാണാം വീഡിയോ ഒക്കെ. അവർക്ക് പോലും മനസ്സിലാവുന്നില്ല എന്തിനു വേണ്ടി അത് ചെയ്യുന്നത്. ഈ രീതിയിലാണോ? കാരണം ഒന്നും നോക്കുന്നില്ല. വെടിവെച്ച് കൊല്ലുക നിരപരാധികൾ, ഒരു സ്റ്റേറ്റിനെ നശിപ്പിക്കുക, അതിനെ നശിപ്പിക്കുക, എന്നിട്ട് പറയുന്നതോ സമാധാന മതം. ഇതാണ് ലോകത്തിൽ മനസ്സിലാകാത്തൊരു പൊമേന്റ്. ഈ ഉറപ്പായിട്ടും കേരളത്തിൽ പോലും 3% വളരെ വ്യാപകമാണ്. അതിൻ്റെ പേരിലാണ് അവലും പരിപ്പും അരി എന്നൊക്കെ പറഞ്ഞവർ പറയുന്നത്. അവരുടെ ലക്ഷ്യമാണ് ഇന്ത്യയിലെ ഹിന്ദു കമ്മ്യൂണിറ്റി. അത് കഴിഞ്ഞ് അവരുടെ ലക്ഷ്യമാണ് ഇന്ത്യ. കാരണം ക്രിസ്ത്യൻസ് വളരെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. കാരണം ഇത് ലക്ഷ്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫാൽഗാം ഒരു പ്രത്യേകം ഹിന്ദുക്കളെ വിളിച്ചു മാറ്റിയിട്ടാണ് വെടിവെച്ച് കൊല്ലുന്നത്. ഇപ്പുറത്ത് റെഡ് ഫോർട്ടിൽ നിങ്ങൾ കണ്ടെന്താ സംഭവിച്ചത്? എഡ്യൂക്കേറ്റഡ്. ഇതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഇതിനെതിരെയാണ് ഭരണവർഗം, അതായത് മുൻപന്തിയിൽ നിൽക്കുക. കാരണം ഒരു രാജ്യത്ത് ജീവിക്കാനുള്ള സമാധാനം കെടുത്തുന്നവനെ പുറത്താക്കി നശിപ്പിക്കുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലും ഇത് മാറുമോ എന്നുള്ള സംശയമാണ്. ഇത് ആ ഒരു രീതിയിൽ പോയാൽ മാത്രമേ ലോകത്തിന് സമാധാനം കിട്ടുകയുള്ളൂ.